വിട്ടുകൊടുക്കാതെ ആടിയതാണ് സംഭവം. പിന്നെ അല്പം ഈ ഒരു ടവറിന്റെ താഴെ ഇരുന്നിട്ട് ഞങ്ങൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്തു. കാരണം നമുക്കും കുറച്ച് ഷൈനൊക്കെ ചെയ്യണ്ടേ, ഞങ്ങളും അവിടേക്ക് ഒന്നും എത്തിയില്ലെങ്കിൽ ഇവിടേക്ക് എത്തിയെന്നെങ്കിലും 4 ആളെ അറിയിക്കണ്ടേ. അതുകൊണ്ട് ഇതിന്റെ ചുവടിൽ നിന്ന് കുറെ ഫോട്ടോ ഒക്കെ എടുത്തത്. ഇങ്ങനത്തെ റൈഡ്സ് ഒക്കെ ഉണ്ട്, പക്ഷെ ഒന്നും ഓപ്പൺ ആയിട്ടില്ല. അങ്ങനെ പൊരി വെയിലത്ത് ഞങ്ങൾ പോയി, ഞങ്ങൾ അവിടെ സൂര്യൻ അസ്തമിക്കും വരെ അവിടെ തന്നെ ഉണ്ടായിരുന്നു. നല്ല നല്ല രസമാണ്. ഈ ഒരു ടൈമിലൊക്കെ അവിടെ പോകാനുള്ള നല്ല രസമായിരുന്നു. വൈകുന്നേരമൊക്കെ ഞങ്ങൾ പോയത് നല്ല വെയിൽ സമയമായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വൈകുന്നേരം കുറച്ച് ക്ഷീണം പിടിച്ചു എന്നേ ഉള്ളൂ. പക്ഷെ നമുക്ക് എല്ലാവരുമായിട്ട് പോകാൻ നല്ല പറ്റിയ സ്ഥലമാണ്, നന്നായിട്ട് എൻജോയ് ആക്കാൻ സാധിക്കുന്നതാണ്. വെറും ഒരു ഫിലിം ക്യാമറയിൽ പതിയേണ്ടതല്ല ഈ ചിത്രം, എങ്കിലും നമ്മൾ പോയി എന്നൊരു മെമ്മറിക്ക് വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടി അവിടെ ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്തു. മോർണിംഗ് വ്യൂ എല്ലാവർക്കും കണ്ടല്ലോ, ഇതാണ് ഇവിടുത്തെ നൈറ്റ് വ്യൂ. നല്ല രസമാണ്. നമുക്ക് മോർണിംഗ് പോകാൻ സാധിക്കുന്നില്ല എന്ന് വെച്ചാൽ നമുക്ക് നൈറ്റും പോകാം. 100 രൂപയേ ഉള്ളൂ. എന്തായാലും വേർത്ത് തന്നെയാണ്. ഇതിന്റെ നൈറ്റ് വ്യൂ ഒക്കെ ലൈറ്റിങ്സ് ഒക്കെ കാണാൻ ഭയങ്കര രസമാണ്. നമുക്ക് വരുമ്പോൾ ഒരു വെള്ളം കണ്ടില്ലേ, ആ ഒരു വെള്ളത്തിന്റെ നൈറ്റ് വ്യൂ ആണിത്. ഫുൾ ലൈറ്റിങ്സ് ഒക്കെ മാറി മാറി നല്ല രസമാണ് ഇത് നോക്കിക്കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഞാൻ നെക്സ്റ്റ് ലൈറ്റിങ്സ് ആണെന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ കുറച്ച് നേരം അത് നോക്കിയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങാണ്. അങ്ങനെ അവിടുന്ന് അപ്പോഴാണ് തൻഷീറിന്റെ ഒരു സജഷൻ കേട്ടത്. അവന്റെ സജഷൻ അല്ലെങ്കിൽ കറക്റ്റ് തന്നെയാണ്. അവിടെ നിന്ന് ഇറങ്ങിയത് ഒരു പൊട്ടത്തരമായി എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. ഫുള്ള് ബ്ലോക്കാണ്. ഞങ്ങൾ ഇറങ്ങിയ സമയം തെറ്റായത് കൊണ്ട് ഫുൾ ബ്ലോക്കാണ്. എല്ലാവരും ഒരു ഇറങ്ങുന്ന സമയത്ത് തന്നെയാണ് ഞങ്ങൾ ഇറങ്ങിയത്. അല്പസമയത്തിന് ശേഷം ഇറങ്ങായിരുന്നു എന്ന് തോന്നി. കാരണം ഞങ്ങൾ റോട്ടിൽ ഇങ്ങനെ ബാക്കിയാണ്, ഒരു വണ്ടി പോലും നീങ്ങുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഒരു ചായക്കടയിൽ നിർത്തി. നൗഷാദ് ഖാന്റെ ചായക്കടയിലേക്കാണ് ഞങ്ങൾ ഇപ്പോൾ വന്നത്. എല്ലാവരും അവിടെ നിന്ന് ചായയൊക്കെ മേടിച്ചു. ഞാൻ പിന്നെ ചായ കുടിക്കാത്തതിനാൽ ഞാൻ ഒരു ഹോർലിക്സ് ഒക്കെ മേടിച്ചു. പിന്നെ അതിനോടൊപ്പം പഴംപൊരി അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ മേടിച്ച് ഞങ്ങൾ കഴിച്ചു. പഴംപൊരി കഴിഞ്ഞ് ഞാനും എൻ്റെ അനിയത്തിയും അല്പം ഒരു സൗന്ദര്യ പിണക്കമുണ്ടായി. ആ ഒരു സ്റ്റോറിയാണ് ഞങ്ങൾ അവിടെ പറഞ്ഞുകൊണ്ട് പോകുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ രാത്രി ആയതിനാൽ തന്നെ റോട്ടിൽ അങ്ങനത്തെ വണ്ടിയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങളുടെ ഒന്നൊച്ച് വന്ന ഇളാപ്പാൻ്റെറും കൂടി കാർ റൈസ് നടത്താണ് ഗൈസ്. ആരാണ് ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറി. നമുക്ക് വീട്ടിലേക്ക് പോയിട്ട് ഇനി എല്ലാം ഉണ്ടാക്കണ്ടേ, അതുകൊണ്ട് ഇവിടുന്ന് തന്നെ പള്ളൊക്കെ നിറച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ഭക്ഷണമൊക്കെ ഓർഡർ ചെയ്തു. ഇറ്റ്സ് ടു ഗുഡ് ഫുഡ്. നല്ല രസം ഉണ്ടായിരുന്നു പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉള്ള ഫുഡായിരുന്നു. നല്ല രസം. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഈ ഹോട്ടലിൽ തന്നെയാണ് പോകുന്നത്. ഞങ്ങൾ നാട്ടിൽ തന്നെ ഉള്ളൊരു ഹോട്ടലാണ്. അതുകൊണ്ട് തന്നെ നല്ല രസമുള്ളൊരു ഫുഡാണ് അവിടുത്തെ. നല്ല ടേസ്റ്റ് ഉള്ള ഫുഡാണ്. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് രാത്രി ആയി, 11:30-12 മണിയായി. അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങാണ്. ഇനി വേറെ എവിടേക്കും ഇല്ല. അതാ ഇത്രയേ ഉള്ളൂ. എന്നാൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. ബൈ.